പഴയ ടോയ്ലറ്റുകൾ മാറ്റുവാൻ $400 സർക്കാർ സബ്സിഡി നൽകും. പഴയ സിംഗിൾ ഫ്ലഷ് ടോയ്ലറ്റുകൾ മാറ്റി പുതിയ ഡബിൾ ഫ്ലഷ് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിന് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ $400 വെച്ച് സർക്കാർ സബ്സിഡി നൽകും. സിംഗിൾ ഫ്ലഷ് ഉള്ള ഒരു ടോയ്ലറ്റിൽ ഓരോ തവണയും ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോൾ 12 ലിറ്റർ വെള്ളം ചെലവാകുന്നതിനാൽ ഒരു വീട്ടിലെ വെള്ളത്തിന്റെ ഉപയോഗത്തിന്റെ 10% ടോയ്ലറ്റിലെ വെള്ളത്തിൽ നിന്നുമാണെന്നതാണ് വാട്ടർ കോർപ്പ് പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ ടോയ്ലറ്റ് വെക്കുന്നതോടെ പകുതി ഫ്ലഷിന് 3 ലിറ്ററും പൂർണ്ണ ഫ്ലഷിന് 4.5 ലിറ്ററും വെള്ളം മാത്രമാണ് ചെലവാകുന്നത്. മുൻപ് നിർമ്മിച്ച പഴയ വീടുകളിലെല്ലാം ഇപ്പോഴും പലരും സിംഗിൾ ഫ്ലഷ് ടോയ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് മാറ്റിവെക്കുവാൻ സർക്കാർ ധനസഹായം നൽകുന്നത്. ഒരു വീടിന് പരമാവധി 2 ടോയ്ലറ്റുകൾ വരെ മാറ്റിവെക്കുവാൻ അനുവാദമുണ്ട്. അതായത് $400 വെച്ച് രണ്ടെണ്ണത്തിന് പരമാവധി $800 വരെ ഒരു വീടിന് സബ്സിഡി ആയി ലഭിക്കും. ഒരു അംഗീകൃത പ്ലംബറെ വിളിച്ച് ജോലി ചെയ്യിച്ചതിന്റെ രസീത് വാട്ടർ കോർപ്പിന് അയച്ചു കൊടുത്താൽ സബ്സിഡി തുക അടുത്ത വെള്ളത്തിന്റെ ബില്ലിൽ കുറവ് വരുമെന്ന് അധികൃതർ അറിയിച്ചു. സർക്കാർ സബ്സിഡി ലഭിക്കുവാനുള്ള അപേക്ഷ മെയ് 31 മുൻപായി നൽകണമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്.